സെറ്റ് ക്വാളിഫൈഡ് ആവാത്തതിൻ്റെ റീസൺ സെറ്റ് എക്സാമിനെ മര്യാദയ്ക്ക് മനസ്സിലാക്കാതെ എക്സാം ഹാളിൽ പോയി എക്സാം എഴുതുന്നുണ്ട്. കുറേ പഠിച്ചു എന്നുള്ളതുകൊണ്ടും സെറ്റ് പ്രോപ്പറായിട്ട് ക്വാളിഫൈ മാർക്കിലേക്ക് എത്താൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അതിന് തീർച്ചയായിട്ടും ജനറൽ പേപ്പറും സബ്ജക്റ്റ് പേപ്പറും ഒരുപോലെ പ്രാധാന്യത്തിലൂടെ പഠിക്കണം. അവിടെ തന്നെ ഞാനെപ്പോഴും പറയാറുണ്ട്, സബ്ജക്റ്റ് ഓക്കെ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ ജനറൽ പേപ്പറിൽ 120 മാർക്കിൽ ഒരു 70 മാർക്ക് എയിം ചെയ്ത് പഠിക്കണം. എപ്പോഴും അങ്ങനെ പഠിക്കണം. കാരണം നമുക്കറിയാം ഓവറോൾ മാർക്ക് എന്ന് പറയുന്നത് 116 മാർക്കാണ് വേണ്ടത് അല്ലേ. 116 മാർക്ക് വേണം. ദെൻ ഒരു പേപ്പറിന് 48 മാർക്ക് മിനിമം നേടുകയും വേണം. 2 പേപ്പറുകൾക്ക് 48 മാർക്ക് മിനിമം നേടിയിട്ട് ഒരു പേപ്പറിലെങ്കിലും കുറച്ച് എക്സ്ട്രാ മാർക്ക് കിട്ടിയാൽ മാത്രമാണ് ഈ 116ലേക്ക് പോവുക. അതുകൊണ്ടാണ് ജനറൽ പേപ്പർ 70 വെച്ച് പഠിക്കണം എന്നെപ്പോഴും പറയാനുള്ള കാരണം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ ബ്ലൂ പ്രിൻറ്റിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതായത് സെറ്റ് ജനറൽ പേപ്പറിൽ 2026 ഓരോ തവണ നമ്മൾ ചെയ്യാറുണ്ട്, ലാസ്റ്റ് ഇയറിൽ ചെയ്തിട്ടുണ്ട്. 2026ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സെറ്റിൻ്റെ ജനറൽ പേപ്പറിൽ ചോദ്യങ്ങൾ എവിടെ നിന്നെല്ലാം പ്രതീക്ഷിക്കാം, ഓരോ വിഭാഗത്തു നിന്നും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സിലബസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഒന്നറിയാൻ പോവുകയാണ്. അവിടെ ഒന്നാമത് നമുക്കറിയാം 120 മാർക്കിൻ്റെ ഏരിയ, 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയിൽ നമുക്ക് 60 മാർക്ക് എവിടുന്നാ? ഈ 60 മാർക്ക് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്ങാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതായത് നിങ്ങൾ BEdന് പഠിച്ച നിങ്ങളുടെ സൈക്കോളജി, ഫിലോസഫി, റിസർച്ച്, ഇങ്ങനത്തെ മെത്തഡോളജി കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ്. അതിൽ തന്നെ നിങ്ങൾ ഈ ഒരു 2025 വരെ നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ ആവറേജ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വന്നെത്ര ഞാൻ കാണിച്ചു തരാം. ആവറേജ് സൈക്കോളജിയുടെ ടോപ്പിക്കുകളിൽ നിന്ന് 17 മുതൽ 20 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച് കാണാറുണ്ട്. ദെൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 8-9 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷനിൽ നിന്ന് 6 മുതൽ 7 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനിലാവട്ടെ 2-3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. സോഷ്യോളജിയുടെ ഭാഗത്ത് നിന്ന് സ്ഥിരം ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. ഹിസ്റ്ററിയും പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ NEPs, അതുപോലെ നമ്മുടെ ഓരോരോ കമ്മീഷൻ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നൊരു 7 മുതൽ 9 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. CC ഉൾപ്പെടുന്ന ഏരിയയിൽ നിന്ന് 3 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, 7 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കുറച്ച് പഠിച്ചെടുക്കേണ്ട ഒരു ടോപ്പിക് കൂടിയാണത്. റിസർച്ച് ഇൻ എഡ്യൂക്കേഷനിൽ 2-4 ക്വസ്റ്റ്യൻസ്, 2 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഓരോ ഏരിയയുടെ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 70 മാർക്കായിരിക്കണം ജനറൽ പേപ്പറിൽ നിന്ന് മൊത്തം. ആ 70 മാർക്കിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതാത്ത ടോപ്പിക്കാണ് സൈക്കോളജി ടോപ്പിക്കുകൾ നന്നായിട്ട് കവർ ചെയ്യണം. അതേപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കരിക്കുലം ഏരിയ നന്നായിട്ട് കവർ ചെയ്യണം. ദെൻ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. പോളിസീസും ഹിസ്റ്ററി, എഡ്യൂക്കേഷനും ഫിലോസഫിയും ഒക്കെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ സോഷ്യോളജിയും ദെൻ റിസർച്ച് ഇൻ എഡ്യൂക്കേഷനുമാണ് കുറച്ച് മാർക്ക് കുറവ് ചോദിക്കുന്നത്. പക്ഷേ അത് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട്. അത് പഠിച്ച് വെച്ചാൽ ആ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ്. ഇതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 2025 നടന്ന എക്സാമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ സൈക്കോളജിയുടെ 14 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ അവരെ ചോദിക്കുന്നതിൽ നിന്ന് കുറച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കരിക്കുലമായിട്ട് ബന്ധപ്പെട്ടും 14 ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 മേഖലകളും തമ്മിൽ ഇൻ്റർറിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം എണ്ണത്തിൽ. അപ്പോൾ അത് നന്നായിട്ട് 2 കൂടി കവർ ചെയ്ത് തീർക്കാൻ പറ്റണം. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കോഴ്സ് 7 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ റേഞ്ചിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യോളജിയുടെ ഭാഗത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്ററി അതിൽ നിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവാലുവേഷനിൽ നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ദെൻ റിസർച്ച് ഇൻ എഡ്യൂക്കേഷനിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ 2 സാധനങ്ങളിൽ നിന്നാണ് വേരിയേഷൻ വന്നത് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ അത് 2 കൂടി ചേർത്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും 17ഉം 8ഉം അല്ലേ, അല്ലെങ്കിൽ 20ഉം 8ഉം 28 മാർക്കിൻ്റെ ഭാഗം 2 ചോദിക്കും. അതിൽ മാറ്റമൊന്നുമില്ല, അതങ്ങനെ തന്നെ ചോദിച്ചിരിക്കുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഈ രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. 2025ലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ GKയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലോ, GK ജനറൽ സയൻസിൽ നിന്ന് 9 മുതൽ 10 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. 9 മുതൽ 10 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചോദിക്കാം. മാത്സ്, സ്റ്റാറ്റി, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, അതായത് മാത്തമാറ്റിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ സ്കിൽസ്, ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ചേർത്ത് 10 മുതൽ 11 ക്വസ്റ്റ്യൻ വരെ ആവറേജ് ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് ഒരു 6-7 ക്വസ്റ്റ്യൻ വരെ
ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ കറണ്ട് അഫയേഴ്സും സോഷ്യൽ സയൻസും, അതായത് GK എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള GKയും അതേപോലെ അതിനോട് പ്ലസ് കറണ്ട് അഫയേഴ്സ് കൂടി ചേർത്തിട്ട് 32 മുതൽ 35 ക്വസ്റ്റ്യൻ വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ 60 മാർക്കിൽ ഈ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സയൻസിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് 9 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, മാത്സ് ലോജിക്കൽ റീസണിങ് ആ ഭാഗത്ത് 6 മാർക്ക്, ദെൻ ഇംഗ്ലീഷ് 6 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 8, സോഷ്യൽ സയൻസ് 31, അങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റീജിയനിൽ GK കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യൽ സയൻസ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ സയൻസിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്സും ഇംഗ്ലീഷും ആവറേജ് 6 ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചോദിക്കാറുണ്ട് എന്നും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 120 എത്ര മാർക്ക് വരെ എയിം ചെയ്യണം? 70 മാർക്ക് വരെ എയിം ചെയ്യണം. അതിൽ 70 മാർക്കിലേക്ക് എത്തണമെങ്കിൽ GK പാർട്ടിൽ നിന്ന് 35 മാർക്ക്, അതേപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫിലോസഫി, സൈക്കോളജി ആ ഭാഗത്ത് നിന്ന് 35 മാർക്ക് നേടി 70ലേക്ക് എത്താൻ പാകത്തിന് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 70 കഴിഞ്ഞാൽ പിന്നെ 116 അല്ലെങ്കിൽ 120 ലക്ഷ്യം വെച്ചോ. 116 കറക്റ്റ് വെക്കേണ്ട, അപ്പോഴാണല്ലോ തൊട്ട് 1 മാർക്കിനൊക്കെ താഴെ പോകുന്നത്. 120 ലക്ഷ്യം വെച്ചാൽ 70 മാർക്ക് ജനറൽ പേപ്പറിൽ കിട്ടിയാൽ സബ്ജക്റ്റ് പേപ്പറിൽ 50 ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓവറോൾ കട്ട് ഓഫ് മറികടക്കാൻ പറ്റും. ഇനി സബ്ജക്റ്റ് പേപ്പർ നന്നായി പഠിക്കുന്നവരാണെങ്കിൽ തിരിച്ച് ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനറൽ പേപ്പറിൽ നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില ഏരിയാസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നത്. സോ എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ 10/12/2025 നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് 12-ാം തീയതിയിലേക്ക് നീട്ടിയിട്ടുണ്ട്, ഡിസംബർ 12. ദെൻ ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 22-നാണ് എക്സാം ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്കൊരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് പ്ലാൻ ചെയ്ത് പഠിക്കണം. 70 മാർക്ക് ജനറൽ പേപ്പറിലും സബ്ജക്റ്റ് പേപ്പറിലും ഒരു 50-60 മാർക്ക് സ്കോർ ചെയ്യാനുള്ള പ്രിപ്പറേഷനാണ് വേണ്ടത്. അതിന് കംപ്ലീറ്റ് സിലബസും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് എടുക്കുന്ന എൻട്രിയുടെ കോഴ്സ് എല്ലാ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിലും ജനറൽ പേപ്പറിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാം, ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. എൻട്രി നിങ്ങൾക്ക് ഏറ്റവും നല്ല കോഴ്സ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് വരിക, പഠിക്കുക. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. യൂസ്ഫുൾ ആയത് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.